Celebrating 50 years. Majestic Jewelers. അധികാരികൾ കണ്ണു തുറക്കണം. ഉഴൂർ കുമ്പാര കോളനിയിലെ ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. 2 പെൺമക്കളുമായി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ ഈ കുടുംബം കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വീടിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയുമായില്ല. മക്കളുടെ പഠനം പോലും ആശങ്കയിൽ. ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കുമ്പാര കോളനിയിലെ തലാപ്പിൽ രാജന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് കാണേണ്ടതാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച വൈദ്യുതി പോലുമില്ലാത്ത ഈ കൂരയിലാണ് 9-ലും 3-ലും പഠിക്കുന്ന 2 പെൺമക്കളുമായി രാജനും കുടുംബവും കഴിയുന്നത്. 4 വർഷം മുമ്പ് വീടിനായി അപേക്ഷ നൽകിയെങ്കിലും സ്വന്തമായി റേഷൻ കാർഡില്ലെന്ന കാരണത്താൽ അപേക്ഷ നിരസിച്ചു. പിന്നീട് സ്വന്തം കാർഡുണ്ടാക്കി ലൈഫ് മിഷൻ വഴി അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും അതേക്കുറിച്ച് ഒരു വ്യക്തതയുമായില്ല. ഓഫീസുകൾ കയറിയിറങ്ങിയും നേതാക്കളെയും ജനപ്രതിനിധികളെയും പലതവണ കണ്ട് പരാതിപ്പെട്ടുവെങ്കിലും ആരിൽ നിന്നും ഒരു അനുകൂല സമീപനവും ഉണ്ടായില്ലെന്ന് ഈ കുടുംബം പറയുന്നു. പഞ്ചായത്തിൽ 3 വർഷമായിട്ട് 3 വർഷത്തിന് മുന്നേ അപേക്ഷ കൊടുത്താണ്. അതിനൊരു റീപ്ലൈ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് MLA വന്ന് പറഞ്ഞ് വീട് ഞാൻ ശരിയാക്കി തരാം, ലൈഫിൽ കിട്ടിയില്ല ഞാൻ എടുത്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാവോ ഒന്നും അറിയില്ലല്ലോ. ഈ മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിൽക്കാൻ. ഇപ്പോൾ തറ കെട്ടാത്ത ഒരു ഷെഡാണ്. പടി കൂടിയൊക്കെ അങ്ങനെ വെള്ളം വരുന്നുണ്ട്. പിന്നെ ചോരിനും ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. വാതിലില്ല. പിന്നെ അവരുടെ ബുക്കുകളൊക്കെ നനഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഏത് സംഘടന ആയാലും വേണ്ടില്ല, ഒരു പാർട്ടി സംഘടന ആയാലും ഞങ്ങൾക്ക് ആരായാലും വേണ്ടില്ല, ചെറിയൊരു വീടെങ്കിലും എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇവൾക്കാണ് ഏറ്റവും വലിയ സ്വപ്നം വീട്. മക്കളുടെ ഓൺലൈൻ പഠനത്തിന് പ്രയാസം നേരിട്ടെങ്കിലും സ്കൂളിലെ അധ്യാപിക സഹായിച്ചതോടെയാണ് അതിന് പരിഹാരമായത്. ഇതേപോലെ പഠിക്കാൻ ഫോണൊന്നും ഇല്ലാഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫുള്ളും മോള് പഠിച്ചില്ല. 2 ആളും പഠിച്ചില്ല. മൂത്ത ആൾ 9-ാം ക്ലാസ്സിലും ചെറുത് 3-ാം ക്ലാസ്സിലുമാണ്. പിന്നെ ഇപ്രാവശ്യം ഇതേപോലെ മോളെ സ്കൂളിലത്തെ ടീച്ചറും മാലതി ടീച്ചറൊക്കെ ഇടപെട്ടിട്ട് മൂത്ത മോക്കൊരു ഫോണ് അവർ സ്കൂളിൽ നിന്ന് സംഘടനയിൽ നിന്ന് തന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബാഗും പുസ്തകങ്ങളും, ഇപ്രാവശ്യത്തെ ക്വാറന്റൈനിൽ നിന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ട് മാലതി ടീച്ചറാണ് ഞങ്ങൾക്ക് മോക്ക് ബുക്ക് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ ചുറ്റുപാടും കണ്ടാൽ അറിയാമല്ലോ, ഒരു വേസ്റ്റ് കുഴി കണ്ടാൽ തന്നെ അറിയാം. ഞങ്ങൾക്ക് വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലവും ഇല്ല, ബാത്റൂം ഇല്ല. ഈ പെൺകുട്ടികളായിട്ട് എങ്ങനെ ഒരു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഞങ്ങൾ കഴിയുക. മക്കൾക്ക് ലഭിച്ചിരുന്ന സ്കോളർഷിപ്പും ഇത്തവണ ലഭിച്ചില്ല. പഠിക്കാൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അടുത്ത വീടുകളെ ആശ്രയിക്കണം. മാത്രമല്ല ബാത്റൂം സൗകര്യം പോലും ഇല്ലെന്നത് ഈ കുടുംബത്തെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ 3 വർഷമായപ്പോൾ ഈ ഷെഡിൽ അടിയിൽ ഓലയാണ്, മേലെ ഫ്ലക്സ് ഇട്ട ഷെഡാണ്. അതുകൊണ്ട് മഴ ചോർന്ന് ഒലിച്ചിട്ട് രാത്രി കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാത്റൂമില്ല. പിന്നെ അതുപോലെ തന്നെ മോൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, കറണ്ടില്ല. മണ്ണെണ്ണ വിളക്കിലാണ് നമ്മൾ കത്തിച്ചിട്ട് കുട്ടികളെ പഠിക്കുന്നത്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിതം. ഇപ്പോൾ കൊറോണ വന്നിട്ട് പണിക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ വയ്യ. മുട്ടുവേദന ഓരോവേദനയൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്. അതിപ്പോൾ ഏത് സംഘടനായ രീതിയിൽ ഒരു വീട് നമുക്കൊരു സ്വപ്നമാണ്. ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്ന കാര്യം കൂടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം. ഈ കാലത്തും ഇങ്ങനെ ഒരവസ്ഥയിൽ ഒരു കുടുംബം കഴിയുന്നു എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണം.